ഞാനും ചേട്ടയും കൂടെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഒരു കല്യാണ പാർട്ടിക്ക് പോകാൻ കേട്ടോ. ഒരു തലേദിവസം കല്യാണ പാർട്ടിയാണ്, മധുരവെപ്പ് ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പം തൊട്ടടുത്തൊരു കടയുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങളൊരു ലൈം സോഡയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പപ്പയും അമ്മയും അപ്പൂസ് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഫാദറിൻലോൻ്റെ അനിയൻ്റെ മോളുടെ കല്യാണത്തിൻ്റെ മധുരവെപ്പ് ഫംഗ്ഷനാണ് കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് നബിദിനത്തിൻ്റെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പായസമൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തി. കല്യാണ വീട് തിരുവമ്പാടിയാണ് കേട്ടോ. ഞങ്ങളുടെ വീട് പുലിരാമ്പാറ. അപ്പം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും മധുരവെപ്പ് ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം കുറേ ബന്ധുക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു മധുരവെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കോൺസെപ്റ്റാണ് കേട്ടോ. കല്യാണം കഴിക്കുക, പുതിയൊരു ജീവിതം ആരംഭിക്കാൻ പോകുന്ന കല്യാണ ചെക്കന് അല്ലെങ്കിൽ കല്യാണ പെണ്ണിന് ആ ഒരു സന്തോഷത്തിൻ്റെ പ്രതീകമായിട്ട് മധുരം കൊടുത്ത് ആശംസിക്കുക എന്നുള്ളൊരു ചെറിയൊരു കോൺസെപ്റ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളാണ് കേട്ടോ, പിന്നെ ഞാൻ ചേട്ടയാണ് പിന്നെ മധുരം കൊടുക്കാൻ വേണ്ടി പോയത്. മാതൽ നാരങ്ങയാണ് കേട്ടോ മധുരം കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളോട് ഒരു സ്പൂണിൽ ഞങ്ങൾ രണ്ടാളോട് പിടിച്ചിട്ടാണ് കേട്ടോ മധുരം കൊടുത്തത്. പിന്നെ ഞങ്ങളെ കണ്ടപ്പം പിന്നെ അപ്പൂസ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അമ്മേൻ്റെ പപ്പേൻ്റെ അടുത്തായിരുന്നു അപ്പൂസ്. പിന്നെ അപ്പൂസ് ഞങ്ങളുടെ അടുത്ത് വന്ന് അതിലേ കളിച്ച് നടക്കുകയായിരുന്നു. അപ്പൂസിന് ഇങ്ങനെ ടാറ്റ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ ഇങ്ങനെ മധുരവെപ്പ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണ്ടെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പീരിയിൽ പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ മധുരവെപ്പിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം കാലം മാറിയിട്ടാണെന്ന് തോന്നുന്നു ഫ്രൂട്ട്സ് ഐറ്റംസ് അല്ലെങ്കിൽ കേക്കൊക്കെ മധുരവെപ്പിന് ഉപയോഗിക്കുന്നത്. പരിപാടിക്ക് വന്ന എല്ലാ ബന്ധുക്കാരും ഇങ്ങനെ കല്യാണ ചെക്കൻ അല്ലെങ്കിൽ കല്യാണ പെണ്ണിന് മധുരം കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് അപ്പൂസിന് മാതൽ നാരങ്ങ വേണമെന്നും പറഞ്ഞ് അവന് വഴക്ക് തുടങ്ങി. അപ്പോൾ ഞാൻ പോയി ഒരു ടിഷ്യൂവിൽ കുറച്ച് മാതൽ നാരങ്ങ എടുത്തുകൊണ്ട് വന്നു. അവനൊന്ന് ചറപറ കഴിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മ്യൂസിക് കേട്ടിട്ട് അപ്പൂസും തുള്ളാൻ തുടങ്ങിയിട്ട് ചേട്ടൻ്റെ കയ്യിലിരുന്ന് പിന്നെ അവനറിയാവുന്ന ഭാഷയിൽ അവൻ്റേതായ രീതിയിൽ അവന് പാട്ട് പാടാൻ തുടങ്ങി. പിന്നെ അമ്മേനെയും കൂട്ടി വീഡിയോയ്ക്ക് ഒന്ന് പോസ് ചെയ്തു കേട്ടോ. നമ്മുടെ ഫുഡ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തലേദിവസം ആയതുകൊണ്ട് കപ്പ ബിരിയാണി ആയിരുന്നു, നല്ല ചൂട് കപ്പ ബിരിയാണിയും അച്ചാറുമായിരുന്നു. ചേട്ടയും പപ്പയായിരുന്നു സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പം പിന്നെ ഞാനും കഴിക്കാൻ പോയി. അപ്പൂസിന് ഞാൻ ലേശം ചോറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പൂസിന് ഇഷ്ടം കപ്പ ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. അവൻ അതാണ് കഴിച്ചത്, ചോറ് അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആ ചേച്ചി കേക്കുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് കേക്ക് മതിയായിരുന്നു. എനിക്കൂടെയുള്ള കേക്ക് അപ്പൂസ് തന്നെ കഴിച്ചു. പിന്നെ കേക്കൊക്കെ കഴിച്ചതിൻ്റെ സന്തോഷത്തിൻ്റെ ഫലമായിട്ട് അപ്പൂസിൻ്റെ വക ചെറിയൊരു താളംപിടി ഉണ്ടായിരുന്നു മ്യൂസിക്കിനനുസരിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കല്യാണ പെണ്ണിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് അപ്പൂസ് ചെറുതായിട്ട് കുറുമ്പ് കൂത്താനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം ബന്ധുക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരിപാടിക്ക് വന്ന ബാക്കി എല്ലാവരും തന്നെ പോയിട്ടുണ്ടായിരുന്നു. സമയം ഇപ്പം തന്നെ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പപ്പയും അപ്പൂസും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങി. പുറകെ അമ്മ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് അവിടുത്തെ നെയ്മറാണ് കേട്ടോ, ഷായിച്ചാൻ്റെ നെയ്മർ, ഞങ്ങളുടെ പാപ്പൻ്റെ നെയ്മറാണ് കേട്ടോ. പപ്പയുടെയും അമ്മയുടെയും കൂടെയായിരുന്നു അപ്പൂസ് പോയിട്ടുണ്ടായിരുന്നത്. അവർ കാറിനായിരുന്നു, ഞങ്ങൾ ബൈക്കിനായിരുന്നു. ഞാനും ചേട്ടയും കൂടെ കുറച്ച് നേരം കൂടി അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ സമയം ഒരു 9:30 ആവാനായിട്ടുണ്ട്. അപ്പം പിന്നെ ലേറ്റ് ആവേണ്ടത് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ നോക്കുമായിരുന്നു. ഇറങ്ങുന്ന ഇടയിൽ ഷായിച്ചാൻ്റെ നെയ്മറിൻ്റെ ഒരു ക്ലിപ്പ് കൂടെ ഞാൻ എടുത്തു കേട്ടോ. ഷായിച്ചാന് പെറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പൂച്ചകളോടാണ് കേട്ടോ പ്രിയം. അങ്ങനെ പിന്നെ ഞങ്ങൾ കല്യാണ വീട്ടിൽ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.